ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈയിടെ റിലീസ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കല്യാണ വീടാണ് കാണിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ വളരെ ആഘോഷപൂർവ്വം തന്നെ കല്യാണത്തിന് പുറപ്പെടാനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഇതാണ് നമ്മുടെ നായിക സ്റ്റെഫി. ഇവളുടേതാണ് കല്യാണം. എല്ലാവരും വളരെ സന്തോഷത്തോടെ റെഡിയായിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ഈ അവസരത്തിൽ അങ്ങോട്ടേക്ക് ഒരാളെത്തുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, കല്യാണം നടക്കില്ല, സിജിനെ കാണുന്നില്ല, കല്യാണത്തിന് താല്പര്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൻ പോയി എന്ന്. സ്റ്റെഫി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ പേരാണ് സിജിൻ. അപ്പോഴേക്കും സ്റ്റെഫിയുടെ വീട്ടിലെ ആളുകൾ അയാളോട് വഴക്കുണ്ടാക്കുന്നു. 3 കൊല്ലം മുന്നേ പറയണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. 3 കൊല്ലമായിട്ട് ഇവർ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നടന്നതല്ലേ, അപ്പോഴൊന്നും പറയാതെ ഈ കല്യാണ ദിവസം വന്നാണോ ഇത് വേണ്ടെന്ന് പറയുന്നത്, ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ വന്നയാൾ പറയുന്നു, ഞാനെന്ത് ചെയ്യാനാണ്, അവനായിട്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞതാണ്, എന്താ പ്രശ്നമെന്ന് ഞങ്ങൾക്കും അറിയില്ല, അവനിപ്പോൾ കാണുന്നില്ല എന്ന് അയാൾ പറയുന്നു. എനിക്കെന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഇതേ അവസ്ഥ തന്നെയാണ് എൻ്റെ വീട്ടിലും എന്ന് അയാൾ വീട്ടുകാരോട് പറയുന്നു. കല്യാണം മുടങ്ങിയതൊന്നും അറിയാതെ ഈ സമയത്തും സ്റ്റെഫി ഫോട്ടോ എടുക്കലിലും സന്തോഷത്തിലുമാണ്. അവസാനം സ്റ്റെഫിയെ വിളിച്ച് കാര്യം പറയുന്നു. ഇതുപോലെ കല്യാണം മുടങ്ങി, ചെറുക്കൻ വരത്തില്ല എന്ന് പറയുന്നു. അത് കേട്ട് വിഷമിച്ച സ്റ്റെഫി ഓടിച്ചെന്ന് റൂമിൻ്റെ ഡോറടിച്ച് അകത്ത് കയറിയിരിക്കുന്നു. ആരും വന്ന് ഡോറിൽ മുട്ടിയിട്ടും ഇവൾ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ആകെ പേടിച്ചു പോകുന്നു. സ്റ്റെഫി വല്ലോ കടുങ്ങുകയും ചെയ്യുമോ, ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിച്ച് ഇവരെല്ലാവരും ഓടി വന്ന് ഡോറിൽ വല്ലാതെ മുട്ടുന്നു. എന്നാൽ സ്റ്റെഫി ആകട്ടെ അകത്ത് ഫോൺ എടുത്ത് സിജിൻ അയച്ച മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ എല്ലാം ഡോറിലുള്ള മുട്ടിൽ കേട്ട് സഹി കേട്ട് അവൾ ദേഷ്യത്തോടെ വന്ന് വാതിൽ തുറക്കുന്നു. ആ സമയത്ത് ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഇവളുടെ ബന്ധുക്കളൊക്കെ റൂമിലേക്ക് കയറുന്നു. ഈ തക്കം ഇവൾ വേഗം പുറത്തിറങ്ങി അവരെ എല്ലാം റൂമിൻ്റെ അകത്താക്കി ഡോറ് പുറത്തുനിന്ന് പൂട്ടി ഇവളുടെ ബാഗും എടുത്ത് ഇവൾ വീട് വിട്ട് ഓടുകയാണ്. ആ കല്യാണ വേഷത്തിൽ തന്നെയാണ് ഇവൾ ഓടുന്നത്. അവിടെ ഇരുന്ന ഒരു സ്കൂട്ടറും എടുത്തിട്ട് ഇവൾ കല്യാണ വേഷത്തിൽ തന്നെ സ്പീഡിൽ പോവുകയാണ്. സിജിനെ അന്വേഷിച്ച് പോകാമെന്ന വിചാരത്തോടെയാണ് ഇവൾ പോകുന്നത്. ഇതൊക്കെ ഒരു പാട്ടിലൂടെയാണ്. ഇനി ഇവൾ ട്രിവാൻഡ്രത്താണ് സിജിൻ ജോലി ചെയ്യുന്നത്. അപ്പം അവിടം വരെ ഇവൾ എത്തുന്ന കാര്യങ്ങൾ ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ KSRTC ബസ്സിൽ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക്. ഇവളുടെ വീട് ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിൽ നിന്നാണ് ഇവൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അവസാനം ഇവൾ രാത്രിയായപ്പോഴേക്കും ട്രിവാൻഡ്രത്ത് വന്ന് ബസ് ഇറങ്ങി. ഇവൾ കല്യാണ വേഷത്തിലാണ്. ആ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഇവൾക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതെല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വയറിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് ഇവൾ നടക്കുന്നത്. കല്യാണത്തിൻ്റെ ഗൗണിലായതിനാൽ തന്നെ ഇവളെ എല്ലാവരും അങ്ങ് ശ്രദ്ധിക്കുകയാണ്. എന്താണ് ഇവളിങ്ങനെ ഈ ഒരു വേഷത്തിൽ എന്ന് പറഞ്ഞ് പോകുന്നവരെല്ലാം ഇവളെ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അവിടെ നിന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഊഹമില്ലാതെ അവൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി സമയമായി, ഒരു 7-7:30 മണിയായിട്ടുണ്ട്. ഇവളവിടെ നിൽക്കുന്ന കാണുമ്പോഴേക്കും ഒരു മധ്യവയസ്കൻ ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പതിയെ ഇവളുടെ അടുത്തേക്ക് വന്നു. ഇവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നിൽക്കുന്നത്, എവിടെയാണ് പോകേണ്ടത്, ഒറ്റയ്ക്കുള്ളോ, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവിടാം എന്നുള്ളൊക്കെ രീതിയിൽ ഇവളുടെ അടുത്ത് മോശമായിട്ട് പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് അവിടെ ആകെ ബുദ്ധിമുട്ടായിട്ട് ഇവളൊന്നും ഇല്ലയെന്നും പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി കാണിക്കുന്നത് ഇതിലെ നായകൻ സിദ്ധുവിനെയാണ്. ആൾ ഫോണിൽ കൂടി ആരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററി ഓഫായി പോയി, ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ സർവീസിന് വന്നിട്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിൽക്കുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഫോണിലൂടെ ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. ആ സമയത്താണ് സ്റ്റെഫി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സിദ്ധു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ ഇങ്ങനെ നോക്കി ആകെ ഇറിറ്റേറ്റഡായി നിൽക്കുകയാണ്. സ്റ്റെഫി പുറത്തിറങ്ങി വന്നിട്ട് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ ആളുകൾ പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റെഫി സിദ്ധുവിനെ കാണുന്നു. അവൾ പതിയെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്തും സിദ്ധു ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പതിയെ സിദ്ധുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, ആ ഫോണൊന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധു തല ഉയർത്തി നോക്കിയിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഫോണും തരാൻ പറ്റത്തില്ലെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പിന്നെയും ഫോണിലേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് പഴയ സ്ഥലത്തേക്ക് നടന്ന് മാറിപ്പോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ സിദ്ധു കാറിലേക്ക് കയറുന്നു. കാറിൽ എന്തോ ചെയ്യുമ്പോഴത്തേനും കാറ് തനിയെ സ്റ്റാർട്ടാവുന്നു. അത് കാണുമ്പോഴത്തേനും സിദ്ധുവിന് വളരെ സന്തോഷമാകുന്നു. പെട്ടെന്ന് അവന് സ്റ്റെഫിയെ നോക്കുമ്പോഴേക്കും അവളങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ആ ഫ്രോക്കൊക്കെ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഫോണിൽ നോക്കി വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്നു. വണ്ടി സ്റ്റാർട്ടായ സന്തോഷത്തിൽ അവന് ഡോറിൻ്റെ വിൻഡോ താത്തിട്ട് അവളെ ഹലോ എന്ന് വിളിച്ച് അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഫോൺ കൊടുക്കുന്നു. അവൾ സന്തോഷത്തോടെ ഫോൺ മേടിച്ചിട്ട് മുന്നോട്ട് നടന്ന് അവൾ ആരെയോ കോൾ ചെയ്യുകയാണ്. അപ്പോൾ കോള് പോകുന്നില്ല, അല്ലെങ്കിൽ കോൾ എടുക്കുന്നില്ല എന്തോ തോന്നുന്നു. സ്റ്റെഫി വളരെ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ട് അവളുടെ തന്നെ നെറ്റിയിലേക്ക് സിദ്ധുവിൻ്റെ ഫോൺ വെച്ച് ഇങ്ങനെ അടിക്കുകയാണ്.
ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സിദ്ധു. പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു ഉപകാരം ചെയ്യാനും പറ്റത്തില്ല, എൻ്റെ ഫോൺ തല്ലി പൊട്ടിക്കുന്നു എന്നും ചോദിച്ച് അവളുടെ നിന്ന് അവൻ്റെ ഫോൺ പിടിച്ചു മേടിക്കുന്നു. പെട്ടെന്ന് അവൾ പൊട്ടിക്കരയാണ് അവിടെ നിന്ന്. അവൾ കരയുന്ന കണ്ട് സിദ്ധു പേടിച്ചു പോന്നു. സിദ്ധു പറയുന്നു, കുട്ടി കരയല്ലേ, ഫോൺ പതുക്കെ തന്നാൽ മതി, ഉപയോഗിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് എത്തുന്നു. അതിൽ നിന്നും 2 പോലീസുകാർ ഇവരുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവർ സംശയത്തോടെ ഇവർ നോക്കുന്നു. കാരണം ഇവരുടെ 2 പേരുടെയും ഡ്രസ്സ് കണ്ടാൽ കല്യാണം കഴിഞ്ഞില്ല, ക്രിസ്ത്യൻ രീതിയിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയും പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സംശയത്തോടെ പോലീസുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെന്താ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ നിങ്ങൾ വഴക്കമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സിദ്ധു പറയുന്നു, അയ്യോ ഞങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ഈ കുട്ടിക്ക് എൻ്റെ ഫോൺ വിളിക്കാനും കൊടുത്തതാണ് എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഈ കുട്ടി കരയുന്നത്, താൻ എന്തിനാണ് ഇയാളെ കരയിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സിദ്ധു പറയാണ്, ഞാൻ കരയിപ്പിച്ചതൊന്നുമല്ല, SP രാജ്കുമാർ സാറിൻ്റെ ഫ്രണ്ടാണ് ഞാനെന്ന് സിദ്ധു പറയുന്നു. അപ്പം പോലീസ് പറയുന്നു, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SPയുടെ പേരൊക്കെ എന്തിനെടുത്ത് ഇടുന്നത്, അതൊന്നും കേട്ടാൽ പേടിക്കുന്ന ആളല്ല ഈ SI മധുബാബു എന്ന് പോലീസുകാരൻ പറയുന്നു. സ്റ്റെഫിയോട് ചോദിക്കുന്നു, ഈ പറഞ്ഞൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ സ്റ്റെഫി പറയാണ്, ഇന്നെൻ്റെ കല്യാണ ദിവസമായിരുന്നു ഇതുപോലെ. അപ്പോൾ പയ്യൻ തിരുവനന്തപുരത്തുള്ള സിജിനാണെങ്കിൽ വന്നില്ല കല്യാണത്തിന്, അതുകൊണ്ട് സിജിനെ അന്വേഷിച്ച് വന്നാണ്, എന്തെങ്കിലും പ്രശ്നത്തിൽ അവൻ പെട്ടുപോയി കാണും, അതുകൊണ്ടാണ്, അല്ല അവൻ എന്നോട് ഇതിങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുന്നത്. അപ്പം പോലീസ് പറയാണ്, കുട്ടി ഒരു കംപ്ലയിൻറ്റ് ഇതാ, വീട്ടിലോട്ട് വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ അവൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. സിജിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സിജിനെ കണ്ടുപിടിച്ചോളാം എന്ന് അവൾ പറയാണ്. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും പോലീസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, MLAയുടെ അനിയൻ്റെ മകളെ കാണാനില്ല, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ പോലീസ് സ്റ്റെഫിയുടെ അടുത്ത് പറയുകയാണ്, അങ്കിള് അത്യാവശ്യമായിട്ടൊരു ജോലിക്ക് പോവാണ്, അതുകൊണ്ട് മോള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തോളൂ. എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് പോലീസ് ചോദിക്കുകയാണ്, സാർ ഒരു ഹെൽപ്പ് ചെയ്യുമോ, ഈ കുട്ടീനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് എത്തിക്കാവോ എന്ന്. അങ്ങനെ പോലീസ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും സ്റ്റെഫി സിദ്ധുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നെ ഈ അഡ്രസ്സിലൊന്ന് ഡ്രോപ്പ് ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ സിദ്ധു പറയുന്നു, ഞാനൊരു ഉബർ ബുക്ക് ചെയ്ത് തരാം, അതിലേക്ക് കയറി കുട്ടി പൊക്കോളാൻ. അപ്പോഴേക്കും സിദ്ധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സിദ്ധുവിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ്, സിദ്ധുവിൻ്റെ ബിസിനസ്സിൽ വലിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, വലിയ കോടികളുടെ പ്രപ്പോസലാണത്. അത് കേട്ട് സിദ്ധു വലിയ ഹാപ്പിയാവും. സിദ്ധു അവളോട് പറയാണ്, കുട്ടി കാറിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ട് ഇറക്കാമെന്ന്. അങ്ങനെ സ്റ്റെഫി സിദ്ധുവിൻ്റെ കാറിൽ കയറി അവർ സിജിനെ അന്വേഷിച്ച് പോവുകയാണ്. സിദ്ധുവിൻ്റെ രൂപത്തിലും ഭാവത്തിലും കാറിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് സിദ്ധു വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. സ്റ്റെഫി കാറിൽ കയറി ഡോറൊക്കെ വലിച്ചടയ്ക്കുന്നു, അതുപോലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഇതൊക്കെ അവൻ പറയുന്നു, സ്ലോ ആയിട്ട് കുറച്ച് മയത്തി ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവൾ പറയാണ്, ഊട്ടിയിലൊക്കെ ജീപ്പാണുള്ളത്, അപ്പോൾ എനിക്ക് ഇങ്ങനെ വലിച്ചടച്ചൊക്കെയാണ് ശീലം എന്ന് പറയുന്നു. സ്റ്റെഫി സിദ്ധുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേട്ടൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോയിട്ട് വരികയാണോ എന്ന്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്താ കോട്ട് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരികയാണ് എന്ന്. അതിനുശേഷം സ്റ്റെഫി ബാഗ് തുറന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് കാറിൽ ചാർജറിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധു അവളെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. ഇവൾ വലിയ അധികാരഭാവത്തോടെ ഇതൊക്കെ ചെയ്യുന്നതിപ്പം സിദ്ധു ഇവളെ വല്ലാതെ നോക്കുകയാണ്. അപ്പോൾ സിദ്ധു അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ആളുടെ അഡ്രസ്സ് പറ, അങ്ങോട്ട് വണ്ടി പോകാമെന്ന്. അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, ഫോണിലാണ് അഡ്രസ്സ്, ഫോണിന് ചാർജ് ആയിക്കോട്ടെ, എന്നിട്ട് അഡ്രസ്സ് തരാമെന്ന്. ഫോൺ ചാർജായി വരുന്ന സമയത്ത് സ്റ്റെഫി ഫോൺ ഓൺ ആക്കിയിട്ട് അതിലെ അഡ്രസ്സ് സിദ്ധുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുകയാണോ, ഇത് 10-15 കിലോമീറ്റർ ഉണ്ട്, ഇവിടുന്ന് പോകാൻ കുറേ നേരം എടുക്കുമല്ലോ എന്ന്. അപ്പോൾ സ്റ്റെഫി പറയണേ, അത് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല, പോകാം എന്ന്. പെട്ടെന്ന് സ്റ്റെഫിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് സ്റ്റെഫിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. നീ എവിടെയാണ്, വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയുകയാണ്. അപ്പം സ്റ്റെഫി ഫോണിൽ കൂടി തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്തിനെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ടിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് അവൾ കാറിൽ മാപ്പ് വെച്ചിട്ടുള്ളത് കാണുന്നത്. ആ സമയത്ത് ലെഫ്റ്റിലേക്ക് വണ്ടി തിരിയേണ്ട ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഫോണിൽ കൂടി ഷൗട്ട് ചെയ്തിട്ട് നമ്മുടെ സിദ്ധുവിനെ ആക്ഷൻ കാണിക്കുകയാണ്, ലെഫ്റ്റിലേക്ക് തിരിയെന്നും പറഞ്ഞ്. അപ്പോൾ ഇവൻ ലെഫ്റ്റിലേക്ക് തിരിയുന്നില്ല. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവനോട് പറയുകയാണ്, ലെഫ്റ്റിലേക്ക് തിരിയിടൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് സിദ്ധു പേടിച്ച് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇവൾ പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി അവനോട് ദേഷ്യപ്പെട്ടത്. അപ്പോൾ അവൻ സിദ്ധു സ്റ്റെഫിയുടെ അടുത്ത് പറയുകയാണ്, ഇതെൻ്റെ പ്ലേസാണ്, ഞാൻ തിരുവനന്തപുരംകാരനാണ്, ഈ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ഷോർട്ട് കട്ട് ഏതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും അവിടെ പോകാനുള്ള ഷോർട്ട് കട്ട് അറിയാം എന്ന് പറയുകയാണ്. അവനോട് ഷൗട്ട് ചെയ്തതിൽ അവനോട് സോറി ചോദിക്കുന്നു. സിജിനെ കാണാതെയുള്ള ഒരു മാനസികാവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ സിദ്ധുവിനോട് സ്റ്റെഫി പറയുന്നു. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. സിദ്ധു സ്റ്റെഫിയോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ കൊണ്ട് വിടുകയുള്ളൂ, അതിനുശേഷം ഞാൻ പോവും, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുകയാണ്.
പെട്ടെന്ന് ഷിജി വല്ലാതെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നു. എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പറയണ വണ്ടി ഒതുക്കുക എന്ന്. അവനൊരു സൈഡിലേക്ക് വണ്ടി ഒതുക്കുന്നു. ഇവളുടെ ഡോർ തുറന്ന് പുറത്ത് പോയിട്ട് വൊമിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് കണ്ട് സിദ്ധുവിന് ഛർദ്ദിക്കാൻ വന്നിട്ട് സിദ്ധുവും ഡോർ തുറന്ന് അപ്പുറത്ത് പോയിട്ട് വൊമിറ്റ് ചെയ്യുകയാണ്. രണ്ടുപേരും വണ്ടിക്കകത്ത് തിരിച്ചു കയറുന്നു. എന്നിട്ട് സിദ്ധു പറയുകയാണ്, എനിക്ക് ചെറുപ്പത്തിലേ തൊട്ടുള്ള ശീലമാണ്, ആരെങ്കിലും വൊമിറ്റ് ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ എനിക്കും വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളത്. അതിനുശേഷം ഇവർ പിന്നെയും വണ്ടിയിലേക്ക് കയറി യാത്ര തുടരുകയാണ്. ഇവർ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മുന്നിൽ പോലീസ് ചെക്കിങ് കാണും. അപ്പോഴത്തേനും സിദ്ധു പറയൂ, എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ അന്ന് മീറ്റിങ്ങിന് പോയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, പോലീസ് പിടിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റെഫി അവന് ധൈര്യം കൊടുക്കുകയാണ്, പോയിക്കോ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്നും പറഞ്ഞ്. അങ്ങനെ അവൾ കൊടുത്ത ധൈര്യത്തിൽ അവൻ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ ഇവരുടെ വണ്ടി സ്ലോ ചെയ്യിപ്പിച്ചിട്ട് വിൻഡോയുടെ അടുത്തുനിന്ന് ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയാണോ, ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സിദ്ധു പറയുകയാണ്, ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് സിദ്ധു പറയുകയാണ്. എന്തായാലും ഒന്ന് ഊതിയിട്ട് പോകാം എന്ന് പറയുന്നു. അപ്പോഴേക്കും സ്റ്റെഫി ചാടിക്കയറി പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് SP രാജ്കുമാർ സാറിൻ്റെ ഫ്രണ്ടാണെന്ന്. അത് കേൾക്കുമ്പോഴേക്കും പോലീസുകാരൻ ഇവരെ ചെക്കൊന്നും ചെയ്യാതെ കൂളായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ സിദ്ധു സ്റ്റെഫിയുടെ അടുത്ത് ചോദിക്കണം, നീ എന്തിനാ പറഞ്ഞത് അങ്ങനെ, ഞാൻ രാജ്കുമാർ സാറിൻ്റെ ഫ്രണ്ടാന്ന് എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റെഫി പറയണം, എന്തായാലും കാര്യങ്ങളെല്ലാം ഓക്കെ ആയല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. അപ്പോഴേക്കും സിദ്ധുവിന് ഒരു ഫോൺ കോൾ വരികയാണ്. സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുകയാണ്, നീ എപ്പോഴാണ് വരുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സിദ്ധു പറയാണ്, അമ്മ കഴിച്ചിട്ട് കിടന്നോളൂ, ഞാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന്. ഇതൊക്കെ സ്പീക്കറിൽ കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്റ്റെഫിയും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സ്റ്റെഫി ചൂടായിട്ട് ചെയ്യുന്നത് അവളുടെ ഫ്രോക്ക് ഗൗൺ പൊക്കിയിട്ട് AC മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ചൂടാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ കഴിയുന്നത്, ഇതുപോലെ ചൂട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധു ഇതൊക്കെ ഇവൾ കാണിക്കുന്നത് ഇഷ്ടമില്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു അതിന് മറുപടി പറയുന്നുണ്ട്, ഞാനും ഇതുപോലെ ഇടയ്ക്ക് മുണ്ടുടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ AC കാറ്റ് കൊള്ളിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവൾ ചമ്മലോടെ ഫ്രോക്ക് താത്തിടുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഊട്ടിയിലെ തണുപ്പുമായിട്ട് സെറ്റായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ഊട്ടിയിൽ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് ടൂറിന് വന്നിട്ടുണ്ട്, അപ്പം ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാണ് ടൂറിന് പോകുന്നതെന്ന്. ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് അവർ തമ്മിൻ്റെ ഇടയിൽ ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ അപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലൊരാൾക്കൂട്ടം കാണുന്നുണ്ട്. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിദ്ധു കാർ നിർത്തുകയാണ് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഏട്ടാ ഇവിടെ കാർ നിർത്തണം, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിന് സിദ്ധു പറയുന്നുണ്ട്, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ ആപത്തിൽപ്പെട്ടവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധു ഡോർ തുറന്ന് ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസ് വിളിക്കുക, ഓട്ടോ വിളിക്കുക, വണ്ടി വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആരും ഒന്നും വിളിക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ആൾ പറഞ്ഞത്, ആ ഒരു കാറ് കിടക്കുന്നു, അതിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കാറിലേക്ക് ആക്സിഡൻറ്റ് പറ്റിയ ആളെ എടുത്ത് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, വേണ്ട, അത് ചെറിയ കാർ, അതിൽ സ്ഥലമില്ല, കയറ്റണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കാതെ ആളുകൾ ആക്സിഡൻറ്റ് പറ്റിയ ആളെ എടുത്തുകൊണ്ട് സിദ്ധുവിൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. അങ്ങനെ കയറ്റാൻ തുടങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസ് വരുന്നത്. ആ സമയത്ത് എല്ലാവരും കൂടെ അയാളെ പിടിച്ച് ആംബുലൻസിലേക്ക് കയറ്റി വിടുകയാണ്. ആ സമയത്ത് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നു, എൻ്റെ സാറേ വലിയ കാറുണ്ടായിട്ട് കാര്യമില്ല, പാവങ്ങളെയൊക്കെ ഇടയ്ക്കൂടെ കയറ്റണം എന്നുള്ള രീതിയിൽ സിദ്ധുവിനോട് സംസാരിച്ചിട്ട് ഇഷ്ടപ്പെടാതെ പോകുന്നു. അത് സിദ്ധുവിന് ഇഷ്ടമാകുന്നില്ല. കാറിൽ കയറിയുള്ള യാത്ര തുടരുമ്പോൾ സിദ്ധു പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാനും പറ്റത്തില്ല, ഇനി അത് മൊത്തം നമ്മുടെ തലയിലാവുമെന്ന് പറയുന്നു. അപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കുകയാണ്. സ്റ്റെഫി ചോദിക്കുന്നു, അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ എന്ന്. അപ്പോൾ സിദ്ധു പറയുകയാണ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ താനിരിക്കുന്നത്, ഇന്നത്തേക്ക് ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് മതിയെന്ന്. അപ്പോൾ അവൾ താങ്ക്സ് പറയുന്നു. അപ്പോഴേക്കും സിദ്ധുവിനും ഒരു കോള് വരികയാണ്. ഐഷു എന്ന് സേവ് ചെയ്തിരിക്കുന്നൊരു ഇതിൽ നിന്നും കോള് വരികയാണ്. അപ്പോൾ ഹലോ വെച്ചവൻ സംസാരിച്ചു തുടങ്ങുകയാണ്. ചെന്നൈ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പറയുന്നു, ഇല്ല ബോഡി ചെയ്തിട്ടില്ല ഇതുവരെ, ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ഗേൾ ഫ്രണ്ടോ വൈഫോ അങ്ങനെ ആരോ ആണെന്ന് മനസ്സിലാവും. അപ്പോഴത്തേനും കോള് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഷെഫി ചോദിക്കുന്നു, ഇത് ആരാണ് എന്ന്. അപ്പം സിദ്ധു പറയണം, എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഷെഫി ചോദിക്കുന്നു, അപ്പോൾ വൈഫോ? അപ്പോൾ സിദ്ധു പറയണം, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഷെഫി ചോദിക്കുകയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, അതായത് ഇത്രയും താമസിച്ച് പോയി കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പം സിദ്ധു പറയണം, ഒന്നും സെറ്റായി വന്നില്ല, ഇപ്പോഴാണ് സെറ്റായി വന്നത്, കുഴപ്പമില്ല എന്ന് പറയാണ്. വെറുതെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റെഫി പറയാണ്, കല്യാണത്തിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടോ? ഞാൻ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സജിൻ ഓക്കെ ആയിരുന്നു. ശരി, ഒരാളെ മനസ്സിലാക്കാൻ 3 കൊല്ലമൊന്നും പോരാ, കുറേ കാലം വേണ്ടി വരുന്നു, ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് എന്ന് സ്റ്റെഫി പറയുന്നു. എന്നാലും എന്തിനാണ് സിജിൻ എന്നെ ഇട്ടിച്ചും പോയത് എന്നുള്ള രീതിയിൽ അവൾ ഭയങ്കര ഇമോഷണലായിട്ട് അവനോട് ചോദിക്കുന്നു. ചേട്ടനാണ് ഇങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയുക, ഞാനാണ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു.
അപ്പോൾ സ്റ്റെഫി അതിനുശേഷം വിഷമിച്ചിരിക്കുമ്പോൾ സിദ്ധു പറയാണ് അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയാൽ മതി എന്ന് പറയുകയാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്ന് അവൾ സിദ്ധുവിനോട് ചോദിക്കുമ്പോഴത്തേനും സിദ്ധു പറയും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒന്നും കാണാറില്ല, പക്ഷേ ആൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയും. അപ്പോൾ സ്റ്റെഫി പറയുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് സ്റ്റെഫിയോട് എന്നെ കണ്ട ബാച്ചിലറാന്ന് തോന്നത്തില്ലല്ലേ എന്ന്. അപ്പോൾ സ്റ്റെഫി പറയാണ് ഇല്ല ഏട്ടാ തോന്നത്തില്ല, ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നു. പക്ഷേ സാൾട്ട് ആൻഡ് പെപ്പറിൽ ചേട്ടൻ്റെ ലുക്ക് കൊള്ളാം എന്ന് പറയുന്നു. ചേട്ടനെ ആദ്യം കണ്ടപ്പോൾ അങ്കിളെ എന്നാണോ ചേട്ടാ എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ റീൽസിലൊക്കെ എല്ലാവർക്കും അങ്കിളിൽ നിന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല എന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേട്ടാ എന്ന് വിളിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട് സിദ്ധുവിനാകെ വിഷമമായിട്ട് സിദ്ധു ഇടയ്ക്കിടയ്ക്ക് മിററിൽ നോക്കുകയാണോ തന്നെ കണ്ട് അത്രയും പ്രായം തോന്നുമോ എന്നുള്ള സംശയത്തിൽ. പെട്ടെന്ന് തന്നെ സ്റ്റെഫി കരയാൻ തുടങ്ങി. അപ്പോൾ സിദ്ധു ആകെ പേടിച്ചു പോയി. സിദ്ധു ചോദിച്ചു എന്തിനാ താൻ കരയുന്നേ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള രീതി, സിജിനെ കണ്ടുപിടിക്കാൻ വിഷമിക്കേണ്ട ഉള്ള രീതിയിൽ പറയുകയാണ്. ഉടനെ സ്റ്റെഫി പറയാണ് ഞാൻ വിശന്നിട്ടാണ് കരഞ്ഞത്, എനിക്ക് വിശന്നാൽ ഇടയ്ക്കൊക്കെ ഞാൻ കരയും എന്ന് പറഞ്ഞ് അവൾ ബാഗ് തുറന്ന് അതിൽ നിന്നും പഴം എടുത്ത് കഴിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, ആശ്വാസം ഉണ്ടോ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ ആശ്വാസം ഉണ്ടെന്ന് അവൾ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ സിജിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി എടുത്ത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. മിറർ താത്ത് വെച്ച് ലിപ്സ്റ്റിക്കും അതുപോലെ മുഖത്തോട് മേക്കപ്പും കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധു നോക്കുമ്പോൾ പറയാണ് അല്ല സിജിൻ കാണുമ്പോൾ നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്താന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് മേക്കപ്പൊക്കെ ഇടുകയാണ്. അതിനുശേഷം അവൾ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയാണ് ടെൻഷൻ വരുമ്പോഴത്തേനും ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ശരി ചേട്ടൻ എന്നാൽ പോയിക്കോ, ഞാൻ സിജിൻ്റെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറയുന്നു. ഇത്രയും യാത്രക്കിടയിലെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ ഇടയിലുള്ള സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളൊരു ഫീല് മാറ്റി ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ ആദ്യം പോയി നോക്കിയിട്ട് വരൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, ആളുണ്ടോ താൻ നോക്കിയിട്ട് വാ, അതിനുശേഷം ബാഗൊക്കെ എടുക്കാമെന്ന് പറയുന്നു. അവൾ വലിയ സന്തോഷത്തോടെ ഫോൺ എടുത്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നു. അതിനുശേഷം അവിടെ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഫോട്ടോ കാണിച്ച് ഇങ്ങനെ ഒരാൾ സിജിൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാണ് 1.5 കൊല്ലം മുന്നേ അയാൾ ഇവിടെ നിന്ന് മാറിപ്പോയല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ആകെ തകർന്ന സ്റ്റെഫി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഇത് കണ്ട് സിദ്ധു ഡോറ് തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് സെക്യൂരിറ്റി അടുത്തേക്ക് ചോദിക്കുകയാണ് എന്തിനാ കുട്ടി ഓടിപ്പോയത്. അയാൾ ഇവിടെ 1.5 കൊല്ലമായിട്ട് മാറിപ്പോയി, അത് പറഞ്ഞപ്പോഴാണ് കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയതെന്ന് പറയുന്നു. ഇത് കേട്ട് സിദ്ധു വേഗം കാറെടുത്തിട്ട് ഇവളുടെ പുറകെ പോവുകയാണ്. അവിടുന്ന് പിന്നെ കാറിൽ കയറാൻ പറഞ്ഞ് അവളെ കാറിൽ കയറ്റുകയാണ്. ആ സമയത്താണ് ആദ്യമേ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 പോലീസുകാരെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരെ കാണുകയാണ്. എന്താ ഇവരെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയുകയാണ്, സ്റ്റെഫി പറയുകയാണ് ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ഇതുപോലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും, സജിനെ കണ്ടില്ല എന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. സിജിന് എന്തെങ്കിലും അപകടം പറ്റിയോന്ന് എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, കുട്ടി വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ്. കുട്ടി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ് ഈ കുട്ടിയെ ബസ് സ്റ്റാൻഡിലൊന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ പറയുകയാണ് എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരൊരു ഹോട്ടലിൽ കയറി ഇവൾ പൊറോട്ടയും എന്തോ നോൺ വെജൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വിശന്നിട്ട് ഇവൾ വല്ലാതെ ആർത്തിയോടെ വാരി വലിച്ചാണ് കഴിക്കുന്നത്. ഇവർ കഴിക്കാതിരുന്ന ഹോട്ടലിൽ സുഖമില്ലാത്തൊരു കുട്ടീനെയും കൊണ്ട് ഒരച്ഛനും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് സങ്കടം തോന്നിയിരുന്നു. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ അച്ഛനും മോനും ഓട്ടോ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി പറഞ്ഞതനുസരിച്ച് സിദ്ധു ഇവരെ കാറിൽ കയറ്റുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ അവരുടെ ജീവിതകഥ പറയുകയാണ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഭക്ഷണമൊന്നും അവിടെ നിന്ന് കിട്ടിയില്ലേ, ഞാനിതുപോലെ നല്ല പ്രായവ്യത്യാസമുള്ള കല്യാണമായിരുന്നു, എൻ്റെ വൈഫ് തീരെ ചെറുപ്പമായിരുന്നു, കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും അവൾ വേറെ ആളുടെ കൂടെ പോയി, എനിക്ക് പ്രായമായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരുമെന്നല്ല പറഞ്ഞത്, സുഖമില്ലാത്ത കുട്ടിയാണ്ട് ഇവൻ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നു. അത് കേട്ട് ഇവർക്കും എന്തോ പോലെ ആവുന്നു. അതിനുശേഷം ഇവർക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. സ്റ്റെഫി പറയുകയാണ് സിദ്ധുവിനോട് ഇവരുടെ വിഷമമൊക്കെ കണ്ടിട്ട് എൻ്റെ വിഷമമൊന്നും ഒന്നുമല്ല, ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്, എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കാമോ ചേട്ടാ എന്ന് ചോദിക്കുന്നു. പെട്ടെന്നാണ് സ്റ്റെഫി പറയുന്നത് അവിടുന്ന് ഫുഡ് കഴിച്ചത് എനിക്ക് വയറിന് ശരിയായില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം, ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ഇവർ വേഗം പോകുന്നു. പെട്രോൾ പമ്പിൽ ടോയ്ലറ്റിൽ പോയുള്ള കാര്യമൊക്കെ സാധിച്ചതിന് ശേഷം തിരിച്ചു വരികയാണ്. അതിനുശേഷം വീണ്ടും ഇവർ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവൾ പറയാണ് എനിക്ക് ഡ്രസ്സൊന്നും മാറണം, രാവിലെ ഇട്ട ഗൗണാണ്, ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്തിട്ട് നടക്കാനായിട്ട്, അവിടെ ടോയ്ലറ്റിലൊക്കെ പോയി തറയിലൊക്കെ മുട്ടിയതാണെന്ന് പറയുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് ഇനി എങ്ങനെ ഈ രാത്രിയിൽ ഡ്രസ്സ് മാറുന്നത്, ആ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്താണ്, നമുക്ക് അവിടെ പോയി ഡ്രസ്സ് എടുക്കാമെന്ന് പറയുകയാണ്.
ഒരു ഫ്ലാറ്റിലെത്തി കീ ഉണ്ടോ കയ്യിലെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയുകയാണ് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അവളുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് പറഞ്ഞ് അവർ റൂമിൻ്റെ അകത്തേക്ക് പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോഴാണ് അവർ കാണുന്നത് സിദ്ധുവിൻ്റെ ഗേൾ ഫ്രണ്ട് ചെന്നൈക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലായിരുന്നു, അവൾ വേറൊരാളുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ. ഇത് കണ്ടിട്ട് സിദ്ധു ആകെ തകർന്നു പോകുന്നു. സിദ്ധുവിൻ്റെ ഗേൾ ഫ്രണ്ട് ഐഷുവും സിദ്ധുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. അപ്പോൾ സിദ്ധുവിനോട് അവൾ കുറേ സോറി പറയുന്നു, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റെഫിയെ വെച്ചിട്ട് നീ വേറെ പെണ്ണിനെ കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഗേൾ ഫ്രണ്ട് സിദ്ധുവായിട്ട് വഴക്കുണ്ടാക്കുന്നു. അവിടുന്ന് സിദ്ധു വളരെ വിഷമത്തോടെ തിരിച്ചു പോകുന്നു. അതിനുശേഷം സ്റ്റെഫി സിദ്ധുവിനെ കുറേ ആശ്വസിപ്പിക്കുന്നു. സിദ്ധു ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി സിദ്ധുവിനെ പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടരുകയാണ്. അവൾ പറയുകയാണ് ഞാൻ തിരിച്ചു പോവാണ്, ചേട്ടനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തരാമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സിദ്ധുവിൻ്റെ അമ്മ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ അമ്മയോട് എന്ത് പറ്റിയെന്ന് സിദ്ധുവിനോട് അമ്മ ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധു കുഴപ്പമില്ല, ഒന്നുമില്ല, ഓക്കെയാന്ന് പറയുന്നു. അമ്മ കഴിച്ചിട്ട് കിടന്നോളാൻ പറയുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡെത്തി. സിദ്ധുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് സ്റ്റെഫിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. സിദ്ധു സ്റ്റെഫിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി. രണ്ടുപേർക്ക് നല്ല വിഷമമാകുന്നുണ്ട്. രണ്ടുപേരുടെ അവസ്ഥകൾ ഓർത്തിട്ട് പരസ്പരം നല്ല വിഷമമാകുന്നുണ്ട്. ഇതൊരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം സിദ്ധു സ്റ്റെഫിയുമായിട്ട് ചിലവട്ട നിമിഷങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. അവനെ ആശ്വസിപ്പിച്ച കാര്യങ്ങളും അവൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആലോചിച്ച് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സിദ്ധു ഉടൻ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തി സ്റ്റെഫിയെ നോക്കുമ്പോൾ അവിടെയെങ്ങും സ്റ്റെഫിയെ കാണാനില്ല. അവൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ അവളെ അന്വേഷണം നടക്കുകയാണ്. അവസാനം സ്റ്റെഫിയെ കണ്ടു. ആ സമയത്തെല്ലാം ഇവൾ ഈ ഗൗണും പൊക്കിപ്പിടിച്ച് വളരെ ബുദ്ധിമുട്ടോടെയാണ് നടക്കുന്നത്. അതിനുശേഷം സിദ്ധു സ്റ്റെഫിയോട് പറയുകയാണ് ഞാൻ എന്തിനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് അറിയുമോ, താൻ അത്രയും ദൂരം സജിനെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നില്ലേ, അപ്പോൾ പിന്നെ സിജിൻ എന്തിനാ തന്നെ ഉപേക്ഷിച്ചെന്ന് തനിക്കിത് അറിയേണ്ട അവകാശമുണ്ടല്ലോ, ഇല്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഒരു പെയിനായിട്ട് കിടക്കും, അതുകൊണ്ടാണ് തന്നെ വിളിച്ചിട്ട് വന്നത്, നമുക്ക് സിജിനെ അന്വേഷിക്കാം, അതിന് മുന്നേ തനിക്ക് ഡ്രസ്സ് മാറണ്ടേ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു, വളരെ പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഫ്രണ്ടിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അയാളെ വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് വരണം, ഇവർക്ക് ഇതുപോലെ ഡ്രസ്സ് എടുക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ടി രാത്രിയിൽ ഷോപ്പ് തുറന്നു കൊടുക്കുന്നു. ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോളാൻ പറയുന്നു. അങ്ങനെ ഇവർ ഷോപ്പിൽ കയറി ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവളെടുക്കുന്ന ഡ്രസ്സിൻ്റെ പൈസ നീ തരുമല്ലോ അല്ലേ എന്ന് കുറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ട്രയൽ റൂമിൽ നിന്നും ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ സിദ്ധു ഇവളെ കണ്ട് ആകെ അമ്പരന്ന് പോയി. കാരണം ഇവളുടെ ആ ഗെറ്റപ്പേ മാറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി ഇവന്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഇടയിൽ പതിയൊരിഷ്ടം വന്നു തുടങ്ങി. അത് രണ്ടുപേർക്കും ഫീൽ ചെയ്തും തുടങ്ങി. പിന്നെ ഇവർ സിജിനെ അന്വേഷിച്ച് പോവുകയാണ്. അതും ഒരു സോങ്ങിലൂടെയാണ് കാണിക്കുന്നത്. ഇവർ എസ് ഐയുടെ നമ്പർ എടുത്തിട്ട് സിജിൻ എവിടെയാണ് അന്വേഷിച്ചോ എന്ന് ചോദിക്കാനായിട്ട് എസ് ഐയെ വിളിക്കുകയാണ് രാത്രിയിൽ. അപ്പോൾ എസ് ഐ നല്ല ഉറക്കത്തിലായിരുന്നു. സിദ്ധു വിളിച്ചിട്ട് എസ് ഐയുടെ അടുത്ത് പറയാണ്, ഇതൊരു സിജിനെ കിട്ടിയിട്ടില്ല, പെൺകൊച്ച് തിരിച്ചു പോയിട്ടില്ല, അപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, ഈ രാത്രിയിൽ ഉറങ്ങാനും സമ്മതിക്കത്തില്ല, നോക്കാം, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ സമയത്താണ് പോലീസിൻ്റെ ഫോൺ കോൾ വരുന്നത്. സിദ്ധുവിനെ വിളിച്ച് പറയുകയാണ് 1.5 വർഷമായിട്ട് സിജിൻ ഇവിടെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണ് എന്ന്. അത് കേട്ട് സ്റ്റെഫി ആകെ ഷോക്കാവുന്നു. സിദ്ധു ഇത് കേട്ട് സ്റ്റെഫിയുടെ അടുത്ത് പറയുകയാണ്, നീ വന്നിട്ട് ഇങ്ങനെ വെറുതെ പോയാൽ എങ്ങനെയാണ്, അവനിട്ട് 2 പൊട്ടിച്ചിട്ട് പോകാൻ. അത് കേൾക്കുമ്പോൾ ഷിജിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്, അവനിട്ട് 2 കൊടുത്തിട്ട് വേണം തിരിച്ചു പോകാനെന്ന്. അപ്പോൾ അത് നമ്മുടെ എസ് ഐയുടെ സഹായത്തോടെ ഇവർ സിജിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതൊരു പബ്ബായിരുന്നു. അവിടെ രാത്രിയിൽ എല്ലാവരും ഭയങ്കര ഡ്രിങ്ക്സൊക്കെ അടിച്ച് ഭയങ്കര ഡാൻസും കൂത്തുമായിട്ട് നിൽക്കുമായിരുന്നു. അവിടേക്ക് ഇവർ കടന്നു ചെല്ലുകയാണ്. അവിടെ വെച്ച് സിജിനെ കാണുന്നുണ്ട്, സിജിന് സ്റ്റെഫിയെയും കാണുന്നുണ്ട്. സിദ്ധു കൊടുത്ത ധൈര്യത്തിൻ്റെ പുറത്ത് സ്റ്റെഫി അവളുടെ കയ്യിലിരുന്ന ഒരു സാധനം വെച്ച് സിജിൻ്റെ തലക്കിട്ട് ശക്തിക്കടിക്കുകയാണ്. ആ സമയത്ത് സിജിൻ്റെ ഒരു ഫ്രണ്ട് ഓടി വന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് സ്റ്റെഫിയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കൂ എന്ന്. ഇപ്പോഴാണ് മനസ്സിലായി ഇവർ തമ്മിലായിരുന്നു അവിടെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവൾ നാട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരം ഉണ്ടാവുകയാണ്. സജിനെ കുറ്റം പറയാനും പറ്റില്ല, അവന് ഈ രീതിയിൽ കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സിദ്ധു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് സ്റ്റെഫി പറയാണ്, എനിക്കവനൊരു ഉമ്മ പോലും തന്നിട്ടില്ല എന്ന് പറയുകയാണ്. സ്റ്റെഫി പറയാണ്, എനിക്ക് തിരിച്ചു പോകാൻ പേടിയാണ്, ഇങ്ങോട്ട് വന്ന ധൈര്യമൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്.
അപ്പോൾ നമ്മുടെ സിദ്ധു പറയാണ്, ഇനിയല്ലേ ധൈര്യം വേണ്ടത്, ധൈര്യത്തോടെ ജീവിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്, ഇതിന് മുന്നത്തെ ക്യാരക്ടർ നല്ലതായിരുന്നല്ലോ, അങ്ങനെ തന്നെ വേണം ഇനി എന്നൊക്കെ അവളെ പറഞ്ഞ് വിടാൻ തുടങ്ങിയാണ്. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോള് വരും. അത് കോളെടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ മറുപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന അമ്മയല്ല, വേറെ ആരെയാണ്. അപ്പോൾ അവൻ ചോദിക്കുമ്പോഴത്തേനും പറയും അവരുടെ വീട്ടിലെന്തോ ജോലിക്കാരനാണ് സംസാരിക്കുന്നത്. പറയും രാവിലെ അമ്മയെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, ഇപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്, കുഞ്ഞ് വേഗം ഇങ്ങോട്ട് വരാൻ പറയും. ഉടൻ തന്നെ ഇവർ രണ്ടുപേരും കൂടി വേഗം അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ ഫ്ലാറ്റിൽ എത്തുമ്പോഴാണ് കാണുന്നത് അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമത്തോടെ അവനൊന്നിരിക്കുന്ന സമയത്ത് സ്റ്റെഫി തിരിച്ചു പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോയിട്ട് കാറിൻ്റെ അടുത്തെത്തി. കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ അവളുടെ ഗൗണ് അവൻ കളയാതെ ബാക്കിൽ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. അപ്പോഴേക്കും അങ്ങോട്ട് സിദ്ധുവിൻ്റെ ഗേൾ ഫ്രണ്ട് ഐഷു വന്നെത്തി. ഐഷുവിനെ കണ്ടപ്പോഴേക്കും സ്റ്റെഫി സിദ്ധുവിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ഐഷു അപ്പോൾ തന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നു. സ്റ്റെഫി സിദ്ധുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു സീനോടെ സിനിമ അവസാനിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ എക്സ്പ്ലനേഷൻ? ഇതുപോലുള്ള സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ സിനിമകളുടെ എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. താങ്ക്